एकदन्तं महाकायं तप्तकाञ्चनसन्निभं लम्बोदरं विशालाक्षं वन्देऽहं गणनायकम्. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ നല്ലൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ് തയ്യാറാക്കുന്നത്, പനീർ ബട്ടർ മസാല. അപ്പോൾ ആദ്യം പനീർ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇവിടെ നമ്മൾ പുറത്തു നിന്ന് പനീർ വാങ്ങാറില്ല, വീട്ടിൽ തന്നെയാണ് തയ്യാറാക്കാറ്. അപ്പോൾ ഇവിടെ ഒരു 2 കവർ പാലെടുത്തിട്ടുണ്ട്, അതായത് 1 ലിറ്റർ പാല്. അപ്പോൾ അത് ഒന്ന് തിളപ്പിക്കാൻ വെക്കണം. അത് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിന് ടേസ്റ്റിന് വേണ്ടി കുറച്ച് ഉപ്പും ഇതൊന്ന് പിരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. ഇവിടെ 1 നാരങ്ങയുടെ നീരാണ് എടുത്തിട്ടുള്ളത്. നാരങ്ങ ഇല്ലാന്നുണ്ടെങ്കിൽ വിനാഗിരി ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഇത് പിരിഞ്ഞ് വരുന്നുണ്ട്, കണ്ടില്ലേ? ഈ ഒരു രീതിയിൽ പിരിഞ്ഞ് വരണം. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് പനീർ വീട്ടിൽ തന്നെ ഇതേ രീതിയിലൊന്ന് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് തയ്യാറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കാം. അതിനായി ഇവിടെ ഒരു കോട്ടൺ തുണി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചൂടാറിയതിന് ശേഷം ഒന്ന് കൈകൊണ്ട് തന്നെ ഒന്ന് പിഴിഞ്ഞ് നമുക്കൊന്ന് വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ഇത് സെറ്റ് ചെയ്യാൻ വയ്ക്കാം. അതിനായിട്ട് ഒരു അരിപ്പയുടെ മുകളിൽ തന്നെ വെച്ചതിന് ശേഷം ഒരു ഭാരം അതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുത്താൽ മതി, അത് സെറ്റായി കിട്ടുന്നതാണ്. ഒരു അരമണിക്കൂർ നേരം ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് സെറ്റായി വന്നിട്ടുണ്ട്. അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കിത് മുറിച്ചെടുക്കാം. അപ്പോൾ വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് പനീർ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പനീർ ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഇവിടെ 2 സവാള കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ 2 തക്കാളി വേണം. ഇത് നന്നായിട്ട് പഴുത്ത തക്കാളിയാണ് ഇതിന് വേണ്ടത്, അത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു 3-4 വെളുത്തുള്ളിയും ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. 3 പച്ചമുളക് വേണം. പിന്നെ കുറച്ച് മല്ലിയിലയും എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കാഷ്യൂ നട്ട്സും 2 ഏലക്ക എടുത്തിട്ടുണ്ട്. ഒരു 50 ഗ്രാം ബട്ടറും വേണം. 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ആവശ്യത്തിന് ഉപ്പും എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ പനീർ ഒന്ന് വറുത്തെടുക്കണം, അതിനായിട്ട് എണ്ണയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് പാൻ അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം എണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് പനീർ ഇട്ട് കൊടുക്കാം. പനീർ നന്നായിട്ടൊന്ന് 2 സൈഡും ഒന്ന് നല്ലതുപോലെ ഒന്ന് മൊരിഞ്ഞ് വരണം. അപ്പോൾ ഒരു സൈഡ് ആയിട്ടുണ്ട്, ഇനി നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ 2 സൈഡും നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റി വയ്ക്കാം. അതേ പാനിൽ തന്നെ നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന സവാളയും തക്കാളിയും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ പനീർ വറുത്തില്ലേ എണ്ണ, അത് അതിൽ തന്നെ വറുത്തെടുത്താൽ മതിയാവും. ഒപ്പം തന്നെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് ഏലക്കയും കശുവണ്ടിയും ചേർത്ത് കൊടുക്കാം.
അപ്പോൾ ഇതിനി നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നന്നായി വഴറ്റിയെടുക്കാം. ഇത് നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾക്ക് തണുക്കാൻ വെക്കണം. അതിന് ശേഷം നമുക്ക് നന്നായി അരച്ചെടുത്ത് വെക്കാം. അപ്പോൾ നമ്മൾ ഈ വഴറ്റിയ പാനിൽ തന്നെ 50 ഗ്രാമിൻ്റെ പകുതി ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഉരുകി വരണം. ഉരുകി വന്നതിന് ശേഷം നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കണം. ഇനി ഇതൊന്ന് തിളച്ച് വരണം. അപ്പോൾ ഇത് നന്നായി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇതൊരു 2 മിനിറ്റ് കൂടെ കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയില ഇഷ്ടമല്ലെങ്കിൽ ചേർക്കണ്ട. ബാക്കി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ബട്ടറും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. സ്വാദിഷ്ടമായ പനീർ ബട്ടർ മസാല തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയതായാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് ഈ പനീർ ബട്ടർ മസാല നല്ല പൂരി, ചപ്പാത്തി, പൊറോട്ട, നാൻ അതിനൊപ്പമൊക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ഗാർലിക് ബട്ടർ നാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊപ്പമാണ് സെർവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത് നല്ലൊരു വീഡിയോയുമായി കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക്